മോനെ മനു, എന്താ മുത്തച്ഛ, ഇന്നെന്താ പഠിക്കാനൊന്നും ഇല്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞു മുത്തച്ഛ. ഇനി സ്വല്പം കഥ കേൾക്കാം. ആ, നീ ഇന്നത്തെ കഥയ്ക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ആട്ടെ, എന്ത് കഥയാണ് വേണ്ടത്? മുത്തച്ഛന് ഇഷ്ടമുള്ളൊരു കഥ പറഞ്ഞോളൂ. അപ്പോൾ എന്ത് കഥയാണ് പറയുക? ഒരുപാട് കഥ പറഞ്ഞല്ലോ. ശരി, നമുക്ക് ഒരു കാടിനെ പറ്റിയുള്ളൊരു കഥ പറയാം. ആ, കാടിനെ പറ്റിയുള്ള കഥ നല്ലതാണ്. ഒരുപാട് നാളായി കേട്ടിട്ട്. ഒരിടത്ത് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു മോനുണ്ട്. ആ മോന് ഒരു 10-12 വയസ്സ് പ്രായം കാണും. മനുവിനെ പോലെ 10 അല്ല, ഒരു 12 വയസ്സുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ ഇവർ ഗ്രാമത്തിലാണ്. അപ്പോൾ ഇവർ വിറകെടുക്കാനായിട്ട്, ചെറിയ ചുള്ളിക്കമ്പുകളും വിറകും ഒക്കെ എടുക്കാനായിട്ട് അടുത്തുള്ള ഒരു കാട്ടിലോട്ട് പോകും. ഒരു ഉച്ച സമയത്തൊക്കെ പോയി അച്ഛനും അമ്മയും ഒക്കെ ആ വിറകുകൾ ശേഖരിക്കും. അപ്പോൾ ഈ മോനും കൂടെ പോകും. രാമു എന്നാണ് ആ മോൻ്റെ പേര്. അപ്പോൾ രാമു അച്ഛൻ്റെ അമ്മയുടെ കഥകളൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നടന്നു പോകും. രാമുവിന് 12 വയസ്സേ ഉള്ളൂ എങ്കിലും രാമുവിന് ഓടക്കുഴൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും കയ്യിലൊരു ഓടക്കുഴൽ വെച്ചിരിക്കും. വളരെ നല്ല രീതിയിൽ രാമു എന്തു ചെയ്യും? അച്ഛനും അമ്മയും ചുള്ളിക്കമ്പെല്ലാം എടുക്കുമ്പോൾ ഈ ഓടക്കുഴലിൻ്റെ സംഗീതം ഇങ്ങനെ രാമുവിന് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ പാടും. അതൊരു ജന്മനാ കിട്ടിയതാണ്, ഒരു ജന്മവാസന പോലെ. ജന്മവാസനയോ? അതെന്താ ജന്മവാസനയെന്ന് പറഞ്ഞാൽ? ചിലർക്ക് ചിത്രം വരയ്ക്കാൻ, ചിലർക്ക് വളരെ നല്ല രീതിയിൽ പഠിക്കുക, ചിലർക്ക് ചില കളികൾ, ഇതെല്ലാം ജന്മനാ ഒരു വാസന കിട്ടും. അത് തലമുറകളായി ചിലരിൽ നിന്ന് കൈമാറി വന്ന് കിട്ടുന്നതാവാം. ചിലപ്പോൾ ദൈവം തന്നെ ചിലർക്കൊരു വാസന കൊടുക്കും. അതുപോലെ നമ്മുടെ രാമുവിന് കിട്ടിയൊരു വാസനയാണ് ഈ ഓടക്കുഴൽ വായിക്കാനുള്ള ഒരു അനുഗ്രഹം. അപ്പോൾ അച്ഛൻ പണ്ട് എന്നോ കൊണ്ടുവന്ന ഏതോ ഒരു മരത്തിൻ്റെ ഇതിൽ ചുമ്മാ രാമു ഒന്ന് ഊതിയപ്പോൾ കുറച്ച് ശബ്ദം വന്നു. അതിൽ നിന്നാണ് രാമുവിൻ്റെ അച്ഛൻ ഗ്രാമത്തിൽ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു നല്ലൊരു ഓടക്കുഴൽ വാങ്ങിക്കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പാട്ടെല്ലാം കേട്ട് അമ്മ കൊണ്ടുവന്ന ഭക്ഷണമെല്ലാം കഴിച്ച് അവരിങ്ങനെ എല്ലാം കഴിച്ചു. രാമുവിനൊരു ഇതുണ്ട്, അവനിങ്ങനെ ഓടക്കുഴൽ വായിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ സന്ധ്യയാകുമ്പോൾ കാടല്ലേ, കാടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ചുള്ളിക്കമ്പെല്ലാം വിറകെല്ലാം കെട്ടി ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പുറപ്പാടിലായിരുന്നു. പിന്നെന്തായി മുത്തച്ഛ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാമു ഇങ്ങനെ കാടിൻ്റെ ഭംഗിയെല്ലാം കണ്ട്, ചില കിളികളും അണ്ണാറക്കണ്ണനെയൊക്കെ കണ്ട് ഇങ്ങനെ ഓടക്കുഴലും വായിച്ച് ഇങ്ങനെ പതുക്കെ കാടിനുള്ളിൽ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാടെന്ന് പറയുന്നത് വളരെ നിബിഡമായ ഒരു കാട്, വനം, മരങ്ങളും മൃഗങ്ങളും എല്ലാം ഉണ്ട്. ഉൾക്കാട്ടിലോട്ട് പോയാൽ ആന, പുലി, ഇതെല്ലാം ഉണ്ടാവും. മാനും എല്ലാം ഉണ്ടാവും. നല്ല വലിയ ഭീകരമായ മൃഗങ്ങളും വളരെ പാവപ്പെട്ട മൃഗങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ കാട് എപ്പോഴും മനുഷ്യനുള്ളതല്ല, കാട് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഉള്ളതാണ്. പിന്നെ ചില ആൾക്കാർ പണ്ട് ആ കാടിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ കാട് എപ്പോഴും മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഉള്ളതാണ്. അത് അവരുടെ വാസസ്ഥലമാണ്. അവിടെ നമ്മൾ കയറി പോകുന്നത് നമ്മുടെ വീട്ടിൽ നമ്മളെ വിളിക്കാതെ ആരെങ്കിലും കയറി വരുന്നതിന് തുല്യമാണ്. അപ്പോൾ കാടിനോട് എപ്പോഴും സൂക്ഷിച്ച് വേണം നോക്കാൻ. അതിന് ഒരു പരിധിക്കപ്പുറം ഉള്ളിലോട്ട് പോകരുത്. പക്ഷേ പാവം രാമു കൊച്ചുകുട്ടിയല്ലേ, രാമുവിന് അറിയില്ല. രാമു എന്നും അമ്മയും അച്ഛനും പറയും, അവരെ വിട്ടൊരിക്കലും പോകരുത്, അവരുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാവണം. ഇവർ വിറക് വെട്ടുന്ന സമയത്ത് ഏതോ ഒരു മാനോ എന്തോ കണ്ട് രാമു അറിയാതെ ഉൾക്കാട്ടിലോട്ട് പോയി. രാമുവും ഭയന്നു. രാമുവിനും തിരിച്ചു വരാനുള്ള വഴി അറിയത്തില്ല. അമ്മയാകെ വിഷമിച്ച് കരയാൻ തുടങ്ങി രാമുവിനെ കാണാതെ. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് വിഷമമെല്ലാം അടക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്ന് ദൈവത്തിനെ ഇങ്ങനെ തൊഴുതിരിക്കുകയാണ്. രാമു പോയി ഒരുപാട് നേരം ഇരുട്ടായി.
രാമുവിനാണെങ്കിൽ കൊച്ചുകുട്ടിയല്ലേ, കരയാൻ തുടങ്ങി. അപ്പോൾ ഒരു ശബ്ദം, കരയണ്ട മോനെ കരയണ്ട. രാമു ചുറ്റിനും നോക്കി. അന്ന് രാമുവിൻ്റെ ഭാഗ്യത്തിന് നിലാവെളിച്ചം ഉണ്ടായിരുന്നു. നിലാവെളിച്ചമോ? അതെന്താ? അത് രാത്രിയാകുമ്പോൾ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ്റെ ചില ദിവസങ്ങളിൽ ഒരു നിലാവുണ്ടായിരുന്നു. ആ ഒരു നിലാവെളിച്ചമുള്ളത് കൊണ്ട് രാമുവിന് കുറച്ചൊക്കെ കാട്ടിനുള്ളിൽ കാണാം. അങ്ങനെ വീണ്ടും ഒരു ശബ്ദം, വിഷമിക്കണ്ട, ഞാനുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തെത്തിക്കാം, നീ എന്നെ ഒന്ന് രക്ഷിക്കണം. രാമു വീണ്ടും ചുറ്റും നോക്കി, ആരെയും കാണുന്നില്ല. രാമുവിന് കുറച്ചുകൂടെ ഭയമായി. അയ്യോ, ഇതാരാണ്? കാട്ടിൽ പെട്ടു, വല്ല മൃഗങ്ങൾ എങ്ങനെ സംസാരിക്കും? അപ്പോൾ വീണ്ടും ഒരു ശബ്ദം, ഒരു ആണിൻ്റെ ശബ്ദമാണ്, മോനെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം, നീ എന്നെ രക്ഷിക്കണം. അപ്പോൾ രാമു പറഞ്ഞു, ഞാനൊരു കൊച്ചുകുട്ടിയില്ലേ, ഞാൻ എങ്ങനെ രക്ഷിക്കും? എനിക്ക് ഈ കാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകണം. അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ശബ്ദം, കരയണ്ട കരയണ്ട, ഒരുപാട് ശബ്ദത്തിൽ നീ കരയരുത്, സംസാരിക്കരുത്. എന്തു പറ്റി? കരഞ്ഞാൽ മോൻ ഭയപ്പെടരുത്, ഒരു ഒറ്റക്കണ്ണൻ രാക്ഷസൻ ഇവിടെ ഉണ്ട്, അയാൾ വരും. അയാളാണ് ഈ കാടിൻ്റെ ഈ ഭാഗത്തുള്ള അധിപനല്ല, അവനൊരു ക്രൂരനാണ്. അവൻ എല്ലാവരെയും പിടിച്ച് തിന്നുകയും എല്ലാവരെയും അടക്കി വച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? ഞാൻ അതെല്ലാം പറയാം. ഞാനൊരു പാവം ഗന്ധർവനാണ്. ഗന്ധർവനോ? ഗന്ധർവനെന്ന് വെച്ചാൽ എന്താ? ഗന്ധർവനെന്ന് പറഞ്ഞാൽ ഞാൻ ദേവലോകത്തുനിന്ന് വന്ന് ഈ കാട്ടിൽ വീണു പോയതാണ്. എന്തിനാ ദേവലോകത്തുനിന്ന് ഇവിടെ വരുന്നത്? അപ്പോൾ നമ്മുടെ മനസ്സിൻ ചോദിച്ചു, എന്താ മുത്തച്ഛ ഈ ഗന്ധർവൻ? മോനെ, ഗന്ധർവന്മാരെന്ന് പറയുന്നത് പുരാണങ്ങളിലൊക്കെ പറയുന്നത് ദേവലോകത്തുള്ള ആൾക്കാരാണ്, ചില ആൾക്കാരാണ് ഗന്ധർവന്മാർ. അപ്പോൾ നമ്മുടെ രാമു ചോദിച്ചു, അതെങ്ങനെ കാട്ടിലെത്തി? അവിടെ കുറേ ആചാരങ്ങളും നിയമങ്ങളുമുണ്ട്. ഞാൻ അറിയാതെ ഒരു ചെറിയ തെറ്റ് ചെയ്ത് ആ നിയമം ലംഘിച്ചു പോയി. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു ശാപം കിട്ടി ഞാൻ ഈ കാട്ടിൽ വന്ന് അകപ്പെട്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള ഒരു രാക്ഷസൻ എന്നെ ഈ മരത്തിൽ ബന്ധനസ്ഥനാക്കി. എത്രയോ വർഷമായി ഞാനെന്നും ഇവിടെ ഈ മരത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ. എനിക്കൊരു ശാപമോക്ഷം കിട്ടണം. എന്താണ് ശാപമോക്ഷം മുത്തച്ഛ? എന്ന് വെച്ചാൽ അവിടെ പുരാണങ്ങളിലൊക്കെ പറയുമ്പോൾ ശപിച്ചിങ്ങനെ വിട്ടാൽ അതിനൊരു മോക്ഷവും കൊടുത്തിട്ടുണ്ടാവും. ആര് വന്ന് ഈ മരത്തിൽ നിന്നും ഒരാളിവിടെ ബന്ധിക്കും. ആര് വന്ന് ആ മരത്തിൽ തൊടുന്നുവോ അന്നാണ് നിനക്ക് മോക്ഷം കിട്ടുന്നത്. പക്ഷേ ഈ രാക്ഷസൻ്റെ ഒരു ശക്തിയിൽ അവിടെ ആർക്കും ഈ മരത്തിൽ വരാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. മൃഗങ്ങൾക്കും പക്ഷികളുമല്ല, ഒരു മനുഷ്യൻ വന്ന് ഈ മരത്തിൽ തൊടണം എന്നാണ്. അപ്പോൾ നമ്മുടെ ഗന്ധർവൻ പറഞ്ഞു, മോനെ നീ പെട്ടെന്ന് വന്ന് ഈ മരത്തിലൊന്ന് തൊടണേ, തൊട്ടാൽ എനിക്ക് മോക്ഷം കിട്ടും. മോക്ഷം കിട്ടിയാൽ ഞാൻ പുറത്ത് വന്ന് നിന്നെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ രാമു പതുക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി മരത്തിൻ്റെ അടുത്ത്. പക്ഷേ രാമുവിന് പെട്ടെന്നൊരു ഭയം. ഇനി നിങ്ങളാണോ രാക്ഷസൻ? അമ്മ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലൊന്നും അത് വിശ്വസിച്ച് പോകരുത്. മോനെ, നിൻ്റെ അമ്മ പറഞ്ഞതെല്ലാം ശരിയാണ്. അങ്ങനെ ആരും അപരിചിതരായിട്ടുള്ള ആര് വിളിച്ചാലും അടുത്ത് പോകരുതെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു മനുഷ്യനല്ല, ഞാൻ പറയുന്നത് നീ വിശ്വസിക്കണം. രാമു ഇങ്ങനെ ആലോചിച്ചു. കാട്ടിനകത്തായിപ്പോയി, അച്ഛനും അമ്മയും ഇല്ല. ഈ സമയത്ത് അത് കേട്ടാൽ ചിലപ്പോൾ അത് സത്യമാവാം. അപ്പോൾ ഒന്ന് പോയി ആ മരത്തിനെ തൊടാം എന്ന് രാമു പെട്ടെന്ന് അത് ആലോചിച്ചു. അപ്പോൾ രാമു ഇങ്ങനെ മരത്തിൻ്റെ അടുത്തുനിന്ന് പോകാൻ പോയതും പെട്ടെന്നൊരു രൂപം, കറുത്തിരുണ്ട വലിയൊരു രൂപം. രാമു ആകെ ഭയന്ന് വിറച്ചു. വലിയ ഘോര ശബ്ദത്തിൽ അയാൾ അലറി, ആരടാ നീ? അയ്യോ മുത്തച്ഛ, പേടിയാവുന്നു. പേടിക്കണ്ട മോനെ, ഇത് കഥയല്ലേ. പറയൂ മുത്തച്ഛ. നമ്മുടെ മനസ്സിൻ മുത്തച്ഛൻ്റെ അടുത്ത് ചേർന്നിരുന്നു. മോൻ വിഷമിക്കണ്ട. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, പിന്നെന്തായി? ആ രാക്ഷസൻ, എടാ ഞാൻ ഇന്ന് ആരെ കഴിക്കുമെന്നിരിക്കുകയായിരുന്നു. നല്ല ഒരു ആഹാരം എനിക്ക് കിട്ടി, ഇനി അധികം അലയണ്ട. അയ്യോ എന്നെ കൊല്ലല്ലേ എന്ന് രാമു രാക്ഷസനോട് പറഞ്ഞു.
ചീള് ചെക്ക, നിന്നെ ഇപ്പോൾ ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ് അടുത്ത് വരാൻ തുടങ്ങി. രാമു പെട്ടെന്ന് പേടിച്ച് പിന്നോക്കം വീഴപ്പോൾ രാമുവിൻ്റെ ഓടക്കുഴൽ പെട്ടെന്ന് താഴെ വീണു. അത് കണ്ടതും രാക്ഷസൻ ചോദിച്ചു, അതെന്താ ഒരു സാധനം, വല്ല മന്ത്രവടിയോ ആണോ? അയ്യോ അല്ലേ, ഇതെൻ്റെ ഒരു ഓടക്കുഴലാണേ. ഓടക്കുഴലോ എന്ന് വെച്ചാൽ എന്താ? ഇത് ഞാനൊന്ന് വായിച്ചാൽ ഇതിൽ നിന്നും ശബ്ദം വരും. ശരി, എങ്കിൽ നീ അതൊന്ന് വായിക്ക്, ഞാനൊന്ന് കേൾക്കട്ടെ, നിൻ്റെ അവസാന ആഗ്രഹം സാധിച്ചതായിട്ട് നീ കൂട്ടിക്കോളൂ. രാമുവിന് ആകെ ഭയന്ന് വിറച്ച് കരയാൻ തുടങ്ങി. വീണ്ടും രാക്ഷസൻ അലറി, കരയുന്നോ? പെട്ടെന്ന് വായിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉടനെ നിന്നെ കഴിക്കും. രാമു പേടിച്ച് വിറച്ച് കണ്ണീരെല്ലാം തുടച്ച് ആ ഓടക്കുഴലൊന്ന് വായിക്കാൻ തുടങ്ങി. ആ ഇത്രയും ക്രൂരനായ നമ്മുടെ ഈ രാക്ഷസൻ പോലും രാമുവിൻ്റെ ആ ശുദ്ധമായ ഓടക്കുഴൽ നാദത്തിൽ ഒരു നിമിഷം അങ്ങനെ മതിമറന്ന് നിന്നു. മതിമറന്ന് നിൽക്കുക. അതെന്താ മുത്തച്ഛ മതിമറക്കുക എന്ന് വെച്ചാൽ? മതി എന്ന് വെച്ചാൽ ബുദ്ധി. നമ്മളെ ബുദ്ധിയും നമ്മളെ തന്നെയും മറന്ന് നമ്മുടെ രാക്ഷസൻ ഒരു മിനിറ്റ് ഒരു നിമിഷം ഇങ്ങനെ നിന്നുപോയി ആ സംഗീതത്തിൻ്റെ ആ മാസ്മരിക ലോകത്ത്. അപ്പോൾ പതുക്കെ ഒരു ശബ്ദം, ഒന്ന് വന്ന് എന്നെ ഒന്ന് തൊടാമോ ഈ മരത്തിൽ? രാമു പിന്നെ ഒന്നും വിചാരിച്ചില്ല. രാക്ഷസൻ ഒന്ന് മതിമറന്ന നിമിഷത്തിൽ രാമു വേഗം പോയി മരത്തിൽ തൊട്ടു. പെട്ടെന്ന് അവിടെ ഒരു വെളിച്ചവും ഒരു മുഴക്കവും കാട് മൊത്തവും ഒരു മിന്നൽ പിളർപ്പ് പോലെ ഒരു വെളിച്ചം വന്ന് രാക്ഷസൻ ഇങ്ങനെ ഭയന്ന് പിന്നോട്ട് പോയി. എന്താ ഈ വെളിച്ചം? ഈ രാക്ഷസൻ ഒരു ഇരുട്ടിലിരിക്കുന്ന രാക്ഷസന് ഈ വെളിച്ചം ഒട്ടും പറ്റിയില്ല. ആ വെളിച്ചത്തിൻ്റെ ഇതിൽ ഗന്ധർവൻ ഒരു മാന്ത്രിക വടിയുമായി വന്ന് രാക്ഷസനെ തൊട്ടതും രാക്ഷസൻ അവിടെ തന്നെ ഭസ്മമായി പോയി, കരിഞ്ഞവിടെ വീണു. അങ്ങനെ നമ്മുടെ ഗന്ധർവന് മോക്ഷം കിട്ടി ഒരുപാട് വർഷത്തിന് ശേഷം. ആ ഗന്ധർവൻ്റെ രൂപം കണ്ട് രാമു ഇങ്ങനെ മതിമറന്ന് നോക്കി. ഓ, എന്തൊരു തേജസ്സും ചൈതന്യവും! അപ്പോൾ നമ്മുടെ ഗന്ധർവൻ പറഞ്ഞു, മോനെ നീ എന്നെ രക്ഷിച്ചു, എത്ര വർഷമായി ഞാൻ ഈ വെയിലും മഴയും ഇതുമെല്ലാം കൊണ്ടിവിടെ സഹിച്ച് നിൽക്കുന്നു. അപ്പോൾ മോൻ ഒട്ടും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഗന്ധർവൻ്റെ അത്ഭുത സിദ്ധിയാൽ ഉടൻ തന്നെ ഗന്ധർവൻ രാമുവിൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് അവനെ എത്തിച്ച് ഒരു മിന്നായം പോലെ ഒരു നക്ഷത്രമായി, ഒരു വെളിച്ചമായി മിന്നിമറഞ്ഞു. ഇതെല്ലാം കണ്ട് രാമുവിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോൻ പെട്ടെന്ന് പിന്നിൽ വന്ന് നിൽക്കുന്നു, അമ്മയെ എന്ന് വിളിച്ച്. അമ്മ കെട്ടിപ്പിടിച്ച് അച്ഛനും അമ്മയും അവനെയും കൊണ്ട് പെട്ടെന്ന് ഓടി ഗ്രാമത്തിലേക്ക് പോയി. പോകുന്ന വഴിക്ക് രാമു ഈ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. എങ്ങനെയുണ്ട് മോനെ ഈ കഥ? മോനെ മനസ്സിൻ നീ ഭയന്നിരിക്കുകയാണോ? ഇല്ല മുത്തച്ഛ, ഭയം ഉണ്ടായിരുന്നു. നല്ല കഥയാണല്ലോ. ഇതിൽ നിന്ന് മോൻ എന്ത് മനസ്സിലായി? അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണമെന്ന് മനസ്സിലായി. എന്താണ് അച്ഛനും അമ്മയും പറഞ്ഞത്? ഇങ്ങനെ എല്ലാവരെയും നോക്കി കൂടെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം രാമു അച്ഛനും അമ്മയും മതിമറന്ന് രാമുവും കാട്ടിനുള്ളിൽ പോയി. അതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത്. പിന്നെ എന്തുണ്ടായി? രാമുവിന് പക്ഷേ അവിടെ ഒരു ബുദ്ധി ഉണ്ടായേ അല്ലേ മുത്തച്ഛ? അപരിചിതരുടെ അടുത്ത്, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോവില്ലെന്ന് പറഞ്ഞു. അത് കൊള്ളാം. പക്ഷെ എന്നാലും രാമു അവിടെ ബുദ്ധിയായിട്ട് മുന്നോട്ട് പോയി തൊടാൻ പോയപ്പോൾ രാക്ഷസൻ വന്നു. പിന്നെ എന്തു പറ്റി? ആരാണ് രാമുവിനെ രക്ഷിച്ചത്? രാമുവിൻ്റെ ശുദ്ധമായ സംഗീതത്തിന് അങ്ങനെ ഒരു കഴിവുണ്ട്. എത്ര ക്രൂരനായ മനുഷ്യനായാലും ചില നിമിഷം ശുദ്ധ സംഗീതത്തിൽ ഒരു നിമിഷം അവൻ മതിമറന്നു. ആ നിമിഷത്തിൽ രാമു ബുദ്ധിപരമായി ആ മരത്തിൽ തൊട്ടതുകൊണ്ട് മാത്രം എന്തുണ്ടായി? ഗന്ധർവന് മോക്ഷവും കിട്ടി, രാമുവിന് ജീവനും തിരിച്ചു കിട്ടി, എല്ലാം ഭംഗിയായിട്ട് നടന്നു. നല്ല കഥ മുത്തച്ഛ. ഇനി നാളെ വേറൊരു കഥ.